നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാമുകനൊപ്പം ചേർന്ന ഭർത്താവിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് യുവതി. ഈ ഒരു കൊലപാതക പരമ്പര ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞ് കുറേ നാളുകളായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകൾ. ഇതിനു മുൻപ് തന്നെ ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് കൊലപ്പെടുത്തുന്ന രീതി ഒരുപാടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മീററ്റിലടക്കം നടന്നത് അറിയാം. നേവിക്കാരനായിട്ടുള്ള ഒരു ഭർത്താവിനെ, ഒരു മകളുണ്ട്, എന്നിട്ടും കാമുകനൊപ്പം വേണ്ടി ജീവിക്കാൻ അതിക്രൂരമായി കൊലപ്പെടുത്തി വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി ഡിപ്പോയിൽ തള്ളിയ വാർത്തയൊക്കെ തന്നെ കണ്ടതാണ്. ഇത് നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ചാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നടന്നിരിക്കുന്നത്. അലിഗഡ് സ്വദേശിയായ യൂസഫാണ് കൊല്ലപ്പെട്ടത്. ഇയാൾക്ക് 28 വയസ്സാണ് പ്രായം. കൊലപാതകത്തിന് ശേഷം പ്രതികൾ മൃതദേഹം തിരിച്ചറിയാതിരിക്കാൻ ആ മൃതദേഹത്തോട് ചെയ്തതും അതിക്രൂരതയാണ്. മൃതദേഹത്തിന്റെ വയറ് കീറി ആസിഡ് ഒഴിച്ച് കത്തിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഒരു തരത്തിലും മൃതദേഹം യൂസഫിൻ്റെതാണെന്ന് തിരിച്ചറിയാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും, അതും അതിക്രൂരമായിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഈ പ്രതികൾ, ഭാര്യയും അതുപോലെ തന്നെ ഭാര്യയുടെ കാമുകനും നടത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ അലിഗഡ് ജില്ലയിൽ നിന്നാണ് നാടിനെ ഞെട്ടിച്ച കൊലപാതക കേസ് പുറത്തു വരുന്നത്. മാർക്കറ്റിൽ ചുമട്ടുതൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു യൂസഫ്. ജൂലൈ 29-ന് പതിവ് പോലെ ജോലിക്ക് പോയെങ്കിലും വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തിയില്ല. തുടർന്ന് ബന്ധുക്കൾ ദിവസങ്ങളോളം യൂസഫിനെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. പിന്നാലെ പോലീസിൽ പരാതി നൽകി. പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് സൂചനകളൊന്നും ലഭിച്ചില്ല. ഇതിനിടെ കാസ്ഗഞ്ച് ജില്ലയിലെ ധോൽന പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇഷ്ടിക ചൂളകൾക്കരികിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. ആസിഡ് ഉപയോഗിച്ച ശേഷം മൃതദേഹം നശിപ്പിച്ച് അതിക്രൂരമായിട്ടുള്ള തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിലായിരുന്നു. മൃതദേഹം പുഴുവരിച്ച നിലയിലായിരുന്നതിനാൽ ആദ്യം തിരിച്ചറിയാനും കഴിഞ്ഞില്ല. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് മൃതദേഹം യൂസഫിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചത്. വിശദമായ അന്വേഷണത്തിലാണ് യൂസഫിന്റെ ഭാര്യ തബ്ബാസും കാമുകനായ ഡാനിഷും ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകത്തിന് പിന്നാലെ ഇരുവരും ചേർന്ന് ഒരു മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് വയർ കീറി മുറിക്കുകയായിരുന്നു. തുടർന്ന് മൃതദേഹത്തിൽ ആസിഡ് ഒഴിച്ച് തെളിവ് നശിപ്പിക്കുകയും മൃതദേഹം കത്തിക്കുകയും ചെയ്തുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. തബാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡാനിഷും കുടുംബവും ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾക്കായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. ഏതായാലും എവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തിയത്, അതിനുശേഷം എങ്ങനെയാണ് മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് ആസിഡ് ഒഴിച്ച് കത്തിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി അറിയാനുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പ്രതി ഭാര്യയായിട്ടുള്ള തബ്ബാസ് മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. കൂടെ സഹായിച്ച ഡാനിഷ് എന്ന് പറയുന്ന കാമുകന് ഇതുവരെയും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇയാൾക്കായിട്ടുള്ള തിരച്ചിൽ അവിടെ നടക്കുകയാണ്. രണ്ടുപേരെയും കൂടി അറസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ. യുവാവിനെ കാണാതായതായി യുവാവിന്റെ ബന്ധുക്കൾ പരാതി നൽകിയെങ്കിലും അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ ഞെട്ടിക്കുന്ന ക്രൂരത പുറത്തു വരുന്നത്. ഏതായാലും എത്രത്തോളം കാലമായി ഡാനിഷും അതുപോലെ തന്നെ തബ്ബാസും തമ്മിലുള്ള ബന്ധം, ഇത് ഭർത്താവായിട്ടുള്ള യുവാവിനെ അറിയാമായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ ഈ ഒരു കൊലപാതകത്തിൽ എന്നുള്ള കാര്യം കൂടി പുറത്തു വരേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഏറ്റവും ഒടുവിലായിട്ട് ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകളാകുമ്പോഴേക്കും ഭർത്താവിനെ ഹണിമൂണിന് കൂട്ടിക്കൊണ്ടുവന്ന് വാടക കൊലയാളികളുടെ നേതൃത്വത്തിൽ കൊലപ്പെടുത്തിയ വാർത്തയും നമ്മൾ കണ്ടതാണ്. അതും കാമുകനോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹത്താലാണ് സ്വന്തം ഭർത്താവിനെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ പിന്നിടുമ്പോൾ ഭാര്യ തന്നെ ഇത്തരത്തിൽ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. അതും പോലീസ് വളരെ വേഗത്തിൽ തന്നെ പ്രതികളെ പിടിക്കുകയും അതുപോലെ തന്നെ കേസ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളോ കഴിയുമ്പോഴോ കാമുകനോടൊപ്പം ജീവിക്കാനായിട്ട് ഭർത്താവിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന രീതി, അത്തരത്തിലൊരു പരമ്പര കൂടി വരികയാണ്. ഇതിൽ പ്രതി എന്ന് പറയുന്നത് എപ്പോഴും ഭാര്യയും അതുപോലെ തന്നെ ഭാര്യയുടെ കാമുകനും കൂടിയാണ് എപ്പോഴും പ്രതി. അതുപോലെ തന്നെ മറ്റാരുടെയെങ്കിലും സഹായത്തോടെയാണ് ഇത്തരത്തിലുള്ള ക്രൂര കൊലപാതകങ്ങൾ നടത്തുന്നത്.